ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്നല്ലേ. അപ്പോൾ അധികം സസ്പെൻസ് ഇടാതാണ് ഞാൻ പറയാം. ഇത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നൊരു ക്രോഷ്യ ടോപ്പാണ് കേട്ടോ. പൊതുവേ ക്രോഷ്യ ഐറ്റംസ് എന്ത് തന്നെയായാലും ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും. കാരണം ഇത് തന്നെയാണ്, ഇങ്ങനെ ഓരോ ഇഴയായിട്ട് നമ്മൾ തുന്നിയെടുക്കണം, അത് എത്ര ചെറുതായാലും. അപ്പോൾ ഇത്തരത്തിലൊരു ടോപ്പ് ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ആക്ച്വലി ഒരുപാട് ആഴ്ചകൾ എടുത്തിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഇങ്ങനെ ബോഡി പാനലായാലും കൈകളായാലും എല്ലാം സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുത്ത് അത് പിന്നീട് ജോയിൻ ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയെടുത്തു, ജോയിൻ ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ടോപ്പ്. അതിൻ്റെ ടെക്സ്ചർ ആയാലും ഷേപ്പ് ആയാലും എല്ലാം. ആക്ച്വലി ഈ കളറിൽ എനിക്ക് പണ്ടൊരു ടോപ്പ് ഉണ്ടായതായിട്ട് കുട്ടിക്കാലത്ത് ഒരു നേരിയ ഓർമ്മ, അതിൻ്റെ പീസസിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും നൗ ലെറ്റ്സ് ട്രൈ ഇത്. ഇത് കണ്ടില്ലേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആക്ച്വലി ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അതിൻ്റെ ഫിറ്റും ടെക്സ്ചറും കളറും എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു ഡ്രോബാക്ക് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറ്റീരിയൽ കുറച്ച് ഉള്ളൻ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ചൂടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്മറിൽ യൂസ് ചെയ്യാൻ ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല. പക്ഷെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ടോപ്പിൻ്റെ അതേ ഡിസൈനിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. സോ ദാറ്റ് ഐ ക്യാൻ വിയർ ഇറ്റ് മോർ ഓഫൺ ടു എവ്രിവെയർ. ആക്ച്വലി ഇതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയൊരു ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നമ്മൾ വിയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അടിപൊളിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.